ബിഗ് ബാസ് ആക്ച്വലി എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു സംഗതിയാണ് എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ വളരെ ഒരു നിരാശ എനിക്കുണ്ട് കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്ത കണക്കൊന്നുമല്ല ബിഗ് ബോസിൻ്റെ ഇൻട്രോ നടന്നിട്ടുള്ളത്. എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ചു, ഏതാണ്ടൊക്കെയോ നമ്മൾ എക്സ്പെക്ട് ചെയ്തു, ഒന്നുമല്ല. കുറേ പിള്ളേർ കളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആസ് യൂഷ്വൽ കുറേ പേരുടെ ഇൻട്രോ വരുന്നുണ്ട്, പക്ഷെ ഒന്നിനും ഒരു ഗുമ്മില്ല, ഒരു സ്പീഡില്ല. അതെങ്ങനെയാണ് പറയുകയെന്ന് എനിക്കറിയത്തില്ല. ആകെ മൊത്തം ഇഷ്ടപ്പെട്ടില്ല. മൊത്തം ടോട്ടൽ നമ്പേഴ്സ് 20 പേഴ്സൺസ്, 19 പേരായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. 20 പേരാണുള്ളത്. ആദില നൂറ അവർ ട്വിൻ ബോഡി ആയതുകൊണ്ട് ഒരു ബോഡി സിംഗിൾ ബോഡി ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മൊത്തം 20 പേര് അതിനകത്ത് കയറിയിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ കുറേ ഇൻട്രോയൊക്കെ കൊടുത്ത് ലാഗ് അടിച്ച് ചളി അടിച്ച് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഐ ഫീൽ സോ ബോർഡ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയുക. എനിക്ക് ബോറായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 1 by 1 ആയിട്ട് ഓരോ കണ്ടസ്റ്റന്റിനെ പറ്റിയും ചെറിയൊരു ഇൻട്രോ തരാം. കൂടെ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പുതിയ ഫോം. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ റെനീഷയെ വെച്ചിട്ട് ഒരു ടാസ്ക് അവർ ചെയ്യുന്നുണ്ട്. ആ ടാസ്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കൂടെ ഒരു പാർട്ട്ണറെയും കൂടെ കൊണ്ടുപോകുന്നത്. അങ്ങനെ രേണു സുധി ഉൾപ്പെടെയുള്ളവർ അവരുടെ ചേച്ചിയെ വരെ കൊണ്ടുപോയി അങ്ങനെ കുറേ പാർട്ട്നേഴ്സിനെ കൊണ്ടുപോകുന്നൊരു സീൻ കണ്ടു. അത് സത്യത്തിൽ അവരുടെ സപ്പോർട്ടോടുകൂടി, അതായത് ഔട്ട്സൈഡേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി ഒരു ടാസ്ക് നടത്തുന്നു. ആ ടാസ്കിൽ 3 വിന്നേഴ്സിനെ ഉണ്ടാക്കുന്നു. അതിന് നടത്തിയ ഒരു ടാസ്ക്കാണ്. അത് വെരി ബിഗിനിങ്ങിൽ നമുക്ക് മനസ്സിലായി. ചിലപ്പോൾ നമ്മൾ ഓവർ ഇതായിട്ട് കാണുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടോ ആണെന്ന് അറിയത്തില്ല. എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു. റെനീഷയുടെ ഒരു പ്രാതിനിധ്യം എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. വൈ ഷീസ് ദെയർ ഐ ഡോണ്ട് നോ. കൊള്ളാം, കുഴപ്പമില്ല. അത് തെറ്റിക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ, അതായത് ആ ഒരു ടാസ്ക് തെറ്റിക്കുക എന്നുള്ളതായിരുന്നു, റെനീഷ അത് തെറ്റിക്കണം. എന്നെ റെനീഷയെ കൊണ്ടത് പറ്റിയിട്ടില്ല. റെനീഷ അട്ടർ ഫെയില്യൂർ ആയിരുന്നു ആ ഒരു ടാസ്ക് തെറ്റിക്കുന്നതിൽ. തെറ്റിക്കേണ്ട, അങ്ങനെ നിന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ ഓക്കെ. എനിവേ, അപ്പോൾ അതങ്ങനെ ഒരു ടാസ്കിൻ്റെ കൂടിയാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. മിക്കവാറും കണ്ടസ്റ്റൻസ് ഒക്കെ തന്നെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. മെയിനായിട്ട് ഫിലിം ഫീൽഡിൽ, സീരിയൽ ഫീൽഡിൽ ഒക്കെയുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ് അതിനകത്തുള്ളത്. പക്ഷെ ഡാൻസ് എന്ന പെർഫോമൻസ് ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരാളുടെയും ഡാൻസ് പെർഫോമൻസ് ഇനഫ് ആയിരുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് സെക്ഷൻ കണ്ടതിൽ എനിക്ക് വളരെ എല്ലാം ഒരു തണുപ്പൻ മട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ കഴിഞ്ഞ സീസണിനെക്കാട്ടിയും കുറച്ചുകൂടെ ആളുകൾ കുറച്ചുകൂടെ ബ്രേവറി ആയി തിങ്ക് ചെയ്യുന്നു എന്ന് തോന്നുന്നു. മീൻസ് കഴിഞ്ഞ സീസണിൽ അങ്ങോട്ട് കയറുന്നതിന് മുമ്പേ അടിയും ബഹളവും ലഹളയും ഗുസ്തിയും ഒക്കെ ആയിരുന്നു. ഇപ്പം തന്നെ കപ്പും കൊണ്ട് പോകാം എന്നൊരു ഫോം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഉള്ളവരിൽ മിക്കവാറും ഇൻക്ലൂഡിങ് രേണു സുധി തന്നെ ഒരു ടയേർഡ് മെൻറ്റാലിറ്റിയിലാണുള്ളത്. ശപ്പ വന്നല്ലോ, ശപ്പ ഇതൊക്കെ ഇനിയിപ്പോൾ എന്തരാകണോ ഇല്ലയോ, ആകെ ഒരു ടെൻഷനിലാണ് എല്ലാവരും ഉള്ളതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പിടിക്കാതെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ വരെ പറയാം. രേണുവിനെ ഏറ്റവും ലാസ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഐ തിങ്ക് 17 നമ്പറിലായിരുന്നു രേണു സുധി എന്നാണ് ഓർമ്മ. അതെ, 18 നമ്പറിൽ രേണു സുധി. അത്രയും നേരം നമ്മളെ പിടിച്ചിരുത്തുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഞാൻ അത്രയും നേരം മെനക്കെട്ടിരുന്നത് രേണു സുധിയുടെ ഇൻട്രോ എപ്പോഴാണെന്ന്. സത്യം പറയാമല്ലോ, സാരിയിൽ ഭയങ്കര സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആ ഡാൻസ്, ആ ബാക്കിയുള്ളവരെ കമ്പാരിസൺ വെച്ച് നോക്കുകയാണെങ്കിൽ രേണുവിൻ്റെ ഡാൻസ് സൂപ്പറായിരുന്നു. ബാക്കി രേണു ആകെ ഒരു പകപ്പിലാണുള്ളത്. പിന്നെ ഒരു കാര്യം അവിടെ രേണു പറഞ്ഞു, അത് വേണ്ടിയിരുന്നില്ല. രേണു ഭയങ്കര ബോറിംഗ് ആയിരുന്നു. നിൻ്റെ ആ വർത്തമാനത്തിൽ നിന്ന് കിട്ടിയ 2 പൊട്ടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. കള്ളിയാണ് ഡി നീ. ഞാൻ ഫേക്കായിട്ടല്ല, ഞാൻ ഒറിജിനലായിട്ട്. നീ ഫുള്ള് ഫേക്കാണ്. ഇപ്പം തന്നെ നീ ആളുകളെ പറ്റിച്ചിട്ടാണ് അതിനകത്ത് പോയി കയറിയിരിക്കുന്നത്. നീ ഫേക്കോ ആണ്, ഫേക്ക് മാത്രമാണ് നീ അതിനകത്ത് എന്ത് ഡ്രാമ കാണിക്കുമെന്ന് ശിവൻ അറിയാം. ഏതായാലും ഇറങ്ങി ഉടനെ തന്നെ സുധിച്ചേട്ടാന്നുള്ള ആ വിളിയുണ്ടല്ലോ, സുധിച്ചേട്ടനെയും കൊണ്ടിട്ടുള്ള ഒരു തള്ളൽ, അത് സൂപ്പറായിരുന്നു കേട്ടാ. എന്തായാലും അത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ബെസ്മാവും. അതുകൊണ്ടാണ് ആദ്യം തന്നെ തോർത്തങ്ങ് പറഞ്ഞത്. ബാക്കി തുടങ്ങാം. നമ്പർ 1, അനീഷ് ടി എ. അയാളൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം. ലാസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഒത്തിരി ബഹളമൊക്കെ വെച്ചിട്ട് അത്യാവശ്യം പാട്ടൊക്കെ പാടി തൃശ്ശൂർ പേരൂരിൻ്റെ അഭിമാനമായിരുന്ന ഒരാൾ, പെട്ടെന്ന് ചാടിപ്പോയ ഒരാൾ, സതീഷോ രതീഷോ. അയാളുടെ മറ്റൊരു മറുപിറവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അയാളുടെ അത്രയും വായ്ത്താളമില്ല എങ്കിൽ പോലും സിമിലർ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു എന്നുള്ളതാണ് ആൾ. പുള്ളിക്ക് ഒരു ബുക്കുണ്ട്. ആൻഡ് ഈച്ച് ആൻഡ് എവറി പേഴ്സണിന് ഒരു സ്പെഷ്യാലിറ്റി, ഒരു ഗാഡ്ജറ്റ് ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഒരു സംഗതി. അതിനെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഇൻട്രോയിൽ ആ ഒരു സ്പെസിഫിക് സംഗതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ ഒരു റൂമിനെ പറ്റി മോഹൻലാൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ റൂമിനകത്താണ് ഇവർ സാധനങ്ങൾ ഒളിപ്പിച്ച് വെക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ സ്പെഷ്യാലിറ്റി സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഒളിപ്പിച്ച് വെക്കുകയും അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറേ ടാസ്കുകൾ കൊടുക്കുകയും ഒക്കെയാണ് ഇവരുടെ പ്ലാനിങ് എന്ന് തോന്നുന്നത്. ശരിയാണ്. ഒബിയസ്ലി ഇനിയൊക്കെ ടാസ്കുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഒക്കത്തില്ലല്ലോ. നഴ്സറി പിള്ളേരുടെ ടാസ്ക് പോലെയാണ് പഴയ കുറേ ടാസ്കുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊരു പുതിയ ഒരു മോഡിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും
ഇറ്റ്സ് എ ടോർച്ചർ വേൾഡ് എന്ന് ദ വെരി ബിഗിനിങ് തന്നെ അതിനകത്ത് കയറിയവർക്കൊക്കെ മനസ്സിലായി. നമുക്കും അത് ഏകദേശം അങ്ങനെയാണ് ബോധ്യപ്പെട്ടതെന്നത് ചുരുക്കം. രണ്ടാമത്തെ ആൾ അനുമോൾ. എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു സെക്ഷനായിരുന്നു അനുമോളുടെ സെക്ഷൻ. ബിക്കോസ് അനുമോൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, മാത്രമല്ല നന്നായി അഭിനയിക്കുന്ന നല്ലൊരു കുട്ടിയാണ്. അവളെ ഒരു ജസ്റ്റ് ഒരു മെറ്റീരിയലായി അവർ ഇൻട്രോ കൊടുത്തു എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മാരേജ് ഗേൾ, മാരേജിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഗേൾ എന്ന രീതിയിൽ തന്നെയാണ് അവളുടെ ഇൻട്രോയും. അതിനെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കണക്കാണ് മാമച്ചേട്ടനും ചെയ്തത്. ഒരു മാമാപ്പണി ചെയ്യുന്ന പോലെയാണ് അതിനകത്ത് മോഹൻലാൽ അവരോട് പ്രതികരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ടാർഗറ്റഡ് നമ്പർ 1 ലവ് സീനിലേക്ക് വരുന്നത് അനുമോളാണ്. അപ്പോൾ ലവ് സ്ട്രാറ്റജി അവിടെ ഉണ്ടാകും. ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ തന്നെ സ്ട്രാറ്റജി നമ്പർ 1 അനുമോളെ ഇൻട്രോഡ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. എന്നായാലും പിന്നെ ആ ഇൻട്രോയിൽ ഒരു പേടി പോലെ ലേഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുലീനത്വമുള്ള, അടക്കമുള്ള, പേടിയുള്ള ആ ഒരു ഫോമാണ് അനു അവിടെ, ആ ടാക്ടിക്സാണ് അവിടെ വർക്കൗട്ട് ആക്കാൻ നോക്കുന്നത്. അത് ഭയങ്കര ഫ്ലോപ്പി ഐഡിയ ആയിട്ട് മാറും. കാരണം ബാക്കി കുറേ പെൺകുട്ടികളെല്ലാം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾസാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അനുവിന് നല്ല പ്രശ്നം ഫേസ് ചെയ്യാൻ ചാൻസസ് ആർ ദെയർ. മൂന്നാമത് വന്നിരിക്കുന്നത് നല്ല രീതിയിൽ അത്യാവശ്യം, പിന്നെ നമ്മുടെ രണ്ടാമത്തെ അനുമോളിന് ഒരു ടോയിയാണ് അവളുടെ പ്രിഷ്യസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അനീഷിൻ്റെതെന്ന് പറയുന്നത് ഒരു ബുക്കാണ്, അവരുടെ ഒരു പ്രിഷ്യസ് സംഗതി എന്ന് പറയുന്നത്. മൂന്നാമത് വന്നിരിക്കുന്നത് ഒരു സുന്ദരം ചുള്ളൻ പയ്യനാണ് ആര്യൻ്റെ കേസ്. ഏകദേശം ആര്യന് അനുമോളെ ഓഫർ ചെയ്യുന്ന ഒരു ഫോമാണ് ഇങ്ങേര് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാമ പണ്ട് പിന്നെ നമ്മുടെ ജാസ്മിനും കപ്പറിക്കും വേണ്ടിയിട്ട് ഓയോ റൂം പോലെ ആക്കി കൊടുത്ത ഒരു മഹത് കക്ഷിയാണ്. ഇതിനെ അങ്ങനെയാണ്, ആ ഫോമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആര്യൻ നല്ല ഭംഗിയുള്ള ഒരു പയ്യനാണ്, അത്യാവശ്യം കൊള്ളാം, നല്ല ചെറുക്കനുണ്ട്, പേര് വടക്കൻ. അപ്പം അവൻ കൊണ്ടുപോയിരിക്കുന്ന ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആൽബമാണ്, ഒരു ആൽബം, വീട്ടിൻ്റെ ആൽബമാണ്. അപ്പം എന്തായാലും ബ്രോക്കർ ലാലേട്ടൻ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആര്യൻ്റെ കൂടെ അത് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഈ വിവാഹം, പ്രണയം, അതിനെയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. നാലാമത്തത് വന്നത് ഒരു പെൺകുട്ടിയാണ്, സരിക. അവർ മാരീഡാണ്. എനിക്ക് ആ പെൺകുട്ടിയെ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നൊരു കോമഡി ആർട്ടിസ്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. അവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. അവരുടെ കുടുംബം ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ കുറച്ച് വിജിലൻ്റായിട്ട് നിൽക്കാൻ ചാൻസ് ഉള്ള, ഇത്തിരി കുറച്ച് ദിവസം ലൈഫുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സരികയാണ്. അതും പിന്നെ എന്തായാലും മറ്റേ അനുമോളിനെ കൊടുത്ത അതേ സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തത്. ദൈവവിശ്വാസിയാണ്, അമ്പലത്തിനകത്ത് വെച്ചിട്ട് ഇവിടേക്കുള്ള ഇൻവിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഫോം. എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് ബോത്ത് ആർ ദൈവവിശ്വാസികൾ, യെസ് ഓഫ് കോഴ്സ്. അഞ്ചാമത് വന്നത് അക്ബർ ഖാൻ്റെ ഒരു ഖാൻ എന്താണ് എന്നുള്ള ഒരു ഫോം ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹീ ഈസ് നോട്ട് മാരീഡ്. ആ ഒരു കാര്യവും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്രോക്കർ ലാലേട്ടൻ. ആ കൂടെ തന്നെ പുള്ളിക്കാരന് പ്രേമം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഖാൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഖാൻ അവിടെ ലിസ്റ്റിൽ വന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ പക്ഷേ ആൾറെഡി പുള്ളിക്കാരൻ ഒരു എൻഗേജ്ഡ് ആണ്, ഒരാളെ നിക്കാഹ് ചെയ്തതാണ്, അവർ പുറത്താണ് എന്നുള്ള ആ കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടിയാണ് അയാളെ ടാസ്കിൽ സപ്പോർട്ട് ചെയ്തത്. എന്നാലും ഖാൻ എന്താണ്, നമുക്ക് ഈ കേരളത്തിൽ അങ്ങനെ ഖാൻമാരുണ്ടാകത്തില്ലല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമ്മുടെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അതൊരു വേസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പുള്ളിക്കാരൻ ഈ പ്രേമച്ചാറ്റിൽ വീഴാൻ ചാൻസ് ഇല്ല, കാരണം ഈസ് ഓൾറെഡി എൻഗേജ് വിത്ത് സമ്മോൺ, അതുകൊണ്ട് ചാൻസ് കുറവാണ്. പക്ഷേ ലാലേട്ടൻ്റെ ഒരു സംസാരത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ആറാമതുള്ളത് RJ ബിൻസി. സൂപ്പർ. RJ ബിൻസിയുടെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഡയറിയാണ് അവരുടെ ഗാഡ്ജറ്റായിട്ട് അവർ സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. RJ ബിൻസി കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ഷീസ് ഓക്കെ, ഷീസ് ഗുഡ്. എന്നാലും കുറച്ച് ഓവറായിരുന്നു എന്നുള്ളതാണ് RJ ബിൻസിയെ പറ്റി എനിക്ക് പറയാം. വരും ദിവസങ്ങളിൽ കൂടുതൽ പറയാം. ഏഴാമതുണ്ടായിരുന്നത് ഒണീൻ സാബു. വക്കീലാണ്, അഡ്വക്കേറ്റാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരാളാണ്, ഒരു നല്ല പെർഫോമറാണ് എന്ന് തോന്നുന്നു. വക്കീലല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടാലൻറ്റ് ഉണ്ടായിരിക്കാം. ബട്ട് ഈച്ച് ആൻഡ് എവറി വൺ ഒരു കോൺഫിഡൻസ് കുറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഓരോ കണ്ടസ്റ്റൻ്റ് അടുത്ത് സംസാരിക്കുമ്പോഴും കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അയാൾ കൊണ്ടുവന്ന ഗാഡ്ജറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെഡി ബിയർ, അതായിരുന്നു അയാളുടെ ഗാഡ്ജറ്റ്. പിന്നെ എട്ടാമത് ചൈനക്കാരി പെണ്ണ്, ചൈനയിൽ പോയി MBBS പഠിച്ചിട്ട് വന്നൊരു പെൺകുട്ടിയായിരുന്നു. അവൾ കൊണ്ടുവന്നൊരു മാലയാണ്. അവൾ ഗീതാ ഗോവിന്ദ സീരിയലിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്, ബിഗ്നി. കാണാൻ നല്ല ചന്തമുള്ള സുന്ദരി കുട്ടിയാണ്. നമ്മുടെ ലവ് സെഷനിലേക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സീരിയൽ ആക്ട്രസ്സാണ്. സൂപ്പർ.
അത് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, അതായത് ലവ് സ്ട്രാറ്റജിക്ക് പറ്റിയ ഒരു ആളാണെന്ന്. 9ാമത് അഭിലാഷ് ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു കുറച്ച് ഫിസിക്കൽ ഇഷ്യൂ ഉള്ള ഒരാളെ അതിനകത്തേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ബട്ട് പുള്ളിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇഷ്യൂ അത് ബോദർ ചെയ്യാത്തൊരു വ്യക്തിയാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളി നല്ല പോലെ ആക്റ്റീവാണ്, ഫുട്ബോൾ പ്ലെയറാണ്. ആൻഡ് അഫ്കോഴ്സ് ഒരു എന്താ പറയണേ, ഒരു കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. വഴക്കുകൾ ഉണ്ടാകുമ്പോൾ പുള്ളി കുറച്ച് ക്ഷിപ്രകോപിയാണ്, ചാടി വീഴും. ആ വഴക്കിന് ചിലപ്പോൾ പുള്ളിയുടെ ആ ഒരു പ്രോബ്ലത്തിന് ആരെങ്കിലും ചുറ്റിക്കാട്ടും. അതിനെ തുടർന്ന് ചില എൻട്രി ഔട്ട്, കുറേ ഗെറ്റ് ഔട്ട് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസസ് ആർ ദേ. അതൊക്കെ നമ്മളെ പ്രഡിക്ഷനാണ്, എന്താണെന്ന് കണ്ടറിയണം. അപ്പോൾ ആ കുട്ടി അഭിലാഷ് സൂപ്പർ. ഇനി ഉള്ളത് റെന ഫാത്തിമ. എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയ ഡ്രസ് കോഡ് ഈ കുട്ടിയുടേതാണ്. പ്രത്യേകിച്ച് ഒരു ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. ആ ഡ്രസ് കോഡ് വാസ് ലൈക്ക് ഒരു ബാർബി ഡോളിൻ്റെതായിരുന്നു. അവളുടെ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിനകത്തേക്ക് വരിക എന്നുള്ളതൊക്കെ കുട്ടി പറയുന്നുണ്ട്. തള്ളി പറിക്കലാണോ അല്ലേന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഡ്രസ് കോഡ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഇറ്റ് ഈസ് സോ ബോറിംഗ്, കൊള്ളത്തില്ലായിരുന്നു. നല്ല ക്യൂട്ട് ഒരു ഡോളിനെ പോലെ തന്നെയാണ് ആ കുട്ടിയുള്ളത്. പക്ഷേ ഡ്രസ് കോഡ് കൊണ്ട് കളഞ്ഞു, നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരെണ്ണം. പിന്നെ അടുത്ത ആൾ വരുന്നത് 2 മക്കളുടെ അപ്പനായ മുൻഷി രഞ്ജിത്താണ്. മുൻഷി രഞ്ജിത്തിനെ എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. അത്യാവശ്യം എല്ലാവർക്കിടയിലും അത്യാവശ്യം പേരുള്ള ഒരു വ്യക്തിയാണ്. മോഹൻലാലിന് പേഴ്സണലി അറിയാമെന്ന് പറയുന്നു. പുള്ളിക്കാരനും എനിക്ക് തോന്നുന്നു ഡിവോഴ്സിയോ മറ്റോ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഒറ്റപ്പെടലാണെന്നോ സമ്പാദ്യമില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ കുറേ പറയുന്നുണ്ട്. ഏകദേശം പുള്ളിയും കൊള്ള ഏത് നമ്മുടെ രതീഷ് ലെവലിൽ വരാൻ പറ്റിയ ഒരു ആളാണ് പുള്ളി. പിന്നെ വന്നതാണ് ഏറ്റവും ജിസൈൽ ഠക്കറാൾ. ഈ പെൺകുട്ടി ഹിന്ദി ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അവിടെ പോയി അതിൽ നിന്ന് റിജക്റ്റ് ആയി എന്നാ പറയണത്. അതിൻ്റെ ഡെപ്ത് ഒന്നും എനിക്കറിയില്ല, അതൊക്കെ ഞാൻ ഒന്നും കൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ 2ാമത് ഇതിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു അഗ്ലി ലുക്കിംഗ് ആണ്. മീൻസ് ആകെ മൊത്തത്തിൽ എന്തൊക്കെയോ മോഡിഫിക്കേഷനൊക്കെ ഫേസിൽ വരുത്തി ആകെ ഡള്ളായി ഡെസ്പായി ചത്ത് കുത്തിയിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഗ്ലി ലുക്കിംഗ് ഇൻ എ മീൻസ് എങ്ങനെ പറയുക, മൊത്തം ഹെൽത്ത് കോൺഷ്യസ് ആയി, ബ്യൂട്ടി കോൺഷ്യസ് ആയി നമ്മൾ ഓവറായിട്ട് കാണിക്കത്തില്ല, അതെല്ലാം അതിൻ്റെ ദേഹത്തും ഉണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും വരുന്ന എന്തോ എനിക്കറിയത്തില്ല. കണ്ട കാര്യം നമ്മൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അവർ അമ്മ മലയാളി, അച്ഛൻ പഞ്ചാബിയുമാണ്. ലിറ്റിൽ ഇംഗ്ലീഷ് ഒൺലി സ്പീക്കിംഗ്. ബാക്കി പ്രോബ്ലം ദ റെസ്റ്റ് ഈസ് വെരി ഗുഡ് എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിൽ അതെന്ത് പേക്കൂത്ത് കാണിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഷീ ഈസ് നോട്ട് മാരീഡ്. അതും ഒരു ലവബിൾ സ്ട്രാറ്റജിയിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നുള്ളത് ഷാരിക ബോൾഡാണ്. മാത്രമല്ല ഷാരികയുടെ ലൈഫ് ഹിസ്റ്ററി കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. മകൾ ഒറ്റയ്ക്കേ ഉള്ളൂ, മകളെ പിരിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ഷീ ഈസ് ഗോയിങ് ടു സർവൈവ്. അതൊരു ഭയങ്കര ടാസ്ക്കാണ്. ബാക്കി ആരെ പോലെയുമല്ല, ഷാരിക മകളെ ആദ്യമായിട്ടാണ് പിരിയുന്നത്. ആ സീനൊക്കെ കാണിക്കുന്നുണ്ടപ്പം ഭയങ്കര ഹാർട്ട് ഭയങ്കരമായിട്ട് മെൽട്ടായി. ബിക്കോസ് എനിക്ക് ബേസിക്കലി ഷാരികയുടെ ചില ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഓവർ ഇതൊന്നും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ബിഗ് ബോസിലെ ഷാരികയെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മേ ബി ആസ് എ മദർ എന്നൊരു ഫീലിംഗ് ആയിരിക്കാം അത് ഷാരികയുടെ കാര്യം. ആൻഡ് ഐ തിങ്ക് ഷീ വിൽ സർവൈവ്. ഒരു 50 days ഒക്കെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ പക്ഷെ എന്തായാലും അവർ 5 ദിവസം അവിടെ നിന്നാലും അത് അവരുടെ സൂപ്പർ സ്ട്രഗിൾ തന്നെയാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണിഷ്മെൻറ്റാണ്. സോ നെവിൻ അതൊരു ഫാഷൻ ഡിസൈനർ. അതിന് മുമ്പ് വേറൊരാളുണ്ട്, ഷാനവാസിൻ്റെ കാര്യം ഏകദേശം ആദ്യം പുള്ളിയുടെ എൻട്രി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനിപ്പോൾ ലവ് സ്ട്രാറ്റജി കൊണ്ടിടാനുള്ള സാധനമല്ല. പുള്ളി മാരീഡാണ്, കുട്ടികളുണ്ട്. ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു മിസ് ഹിസ് വൈഫ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് ബോൾഡായിട്ട് ഫീൽ ചെയ്തു, കുറച്ച് ജെന്യുവിനായിട്ട് ഫീൽ ചെയ്തു. ബാക്കി സംസാരങ്ങളൊന്നും കേൾക്കാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ഇൻട്രോ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നുള്ളത് നെവിൻ. അയാളൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. 100% ഓവർ കോൺഫിഡൻ്റ് ഉള്ള ഒരു ഓവറായിട്ടുള്ള ഒരു ചളി സാധനം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്ക് ഒരു ഹീൽ ചപ്പലും ഉണ്ട്, പിന്നെ ഒരു പൂച്ചയുടെ തന്നെ പോലുള്ള ഒരു തോല് പോലത്തെ ഒരു കവർ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. ഇത് രണ്ടുമാണ് പുള്ളി മിസ് ചെയ്യുന്നത്. പുള്ളിയുടെ ഗാഡ്ജറ്റായിട്ട് പുള്ളി സൂക്ഷിക്കുന്ന ആ സാധനമാണ്. മറ്റുള്ളവർക്കും ഉണ്ട് കേട്ടോ, ഓരോരുത്തർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഓരോ പ്രോഡക്റ്റ്. അപ്പോൾ ഇവർക്കും ഉണ്ട്. പിന്നെ ഉള്ളതാണ് ആദില നൂറ. ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിരുന്നു അവർ ഡാൻസ് ഒക്കെ കളിക്കുമെന്ന്. ബട്ട് ദേ ആർ നോട്ട് പെർഫോമിങ് എനിത്തിങ്. ജസ്റ്റ് വന്നു നിൽക്കുന്നു എന്നതിനപ്പുറം ഒന്നുമില്ല. എയ്തർ ഒരാളെ മാത്രം എടുത്താൽ മതിയായിരുന്നു എന്നുള്ളൊരു സജഷനാണ്.
ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു ഇൻട്രോ മോഹൻലാൽ കൊടുത്തത് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി നമ്മുടെ മതബോധമായിരിക്കാം, ബട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. മോഹൻലാൽ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. അവർ സ്ട്രഗിൾ ചെയ്തു, അവരുടെ ലവ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഓവർ ആയിട്ട് പറഞ്ഞത് അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ഫീലിംഗ് ആണത്. അത് ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മോഹൻലാൽ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എൻ്റെ വാദഗതി. ബാക്കി നിങ്ങൾക്ക് പറയാം, അറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആൻഡ് കണ്ടസ്റ്റൻ്റ് ആയിട്ട് അവർ ഒരാളായിരുന്നെങ്കിൽ ഓക്കെ, ബട്ട് ബോത്ത് ഓഫ് ദം അവർക്ക് പവർ കൂടും. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ സിംഗിളാണ്. ഇവർ രണ്ടുപേരെയും കൂടെ ഒന്നിച്ച് അതിനകത്തേക്ക് വിട്ടത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയണേ, ഒരു ഇതല്ല. അത്രയേ ഉള്ളൂ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ശൈത്യ സന്തോഷ്, ആഹാ എക്സ്ട്രാ ഓർഡിനറി, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്. ആൻഡ് മാത്രമല്ല ലാസ്റ്റ് മോഹൻലാൽ ഒരു ഇതുകൂടെ കൊടുക്കുന്നുണ്ട്, ഒരു വഴക്കാളി ആണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ഭാവിയിൽ അവിടെ നല്ല വഴക്കുകൾ ശൈത്യ വഴി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ശൈത്യ ഒരു അഡ്വക്കേറ്റാണ്. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞോളെങ്കിൽ ഏകദേശം നല്ല വെടികൊണ്ട പക്ഷിയാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താ പറയണേ, ഒരാളുമായിട്ട് പ്രണയമുണ്ടായിരുന്നു എന്നോ അത് കളഞ്ഞു എന്നോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞു. വരും ദിവസങ്ങളിൽ നമുക്ക് നല്ല നല്ല സ്റ്റോറീസ് കേൾക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ പുള്ളിക്കാരത്തി സൂപ്പർ സ്ട്രോങ് ആണ്, ഹൈക്കോടതി വക്കീലാണെന്ന് പറയുന്നുണ്ട്. കുറച്ച് ബോൾഡ് ആണെന്ന് തോന്നണില്ല, ആണ് 100% ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. പുള്ളിക്കാരത്തി ഒരു ഫോട്ടോയും ഒരു ബ്രേസ്ലെറ്റുമാണ് ഗാഡ്ജറ്റായിട്ട് കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ വന്നതാണ് നമ്മുടെ രേണു സുധി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ആയിരുന്നു. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ സാരി ഉടുത്ത് അവൾ ആ ഡാൻസ്, ആ കോൺഫിഡൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വന്ന് പറഞ്ഞു തന്ന ഡയലോഗ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ 100% ഇതായിട്ട് ഞാൻ ഫേക്കായിട്ടിരിക്കും. പൊടി ഫേക്കി, മൊത്തത്തിൽ ഫേക്കാണ് അവൾ നമ്മളെ പറ്റിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങനെ പറ്റിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു. അവനായിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റിൽ പറ്റിക്കുമ്പോൾ പൊതുസമൂഹത്തിനെ അവൾ പട്ടി വിലയാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അവൾ അങ്ങോട്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും കളിയാക്കുന്നുണ്ട്. ഈച്ച് ആൻഡ് എവരിവൺ രേണുവിൻ്റെ കാര്യം അത്രയ്ക്ക് പബ്ലിക്കായ ഒരു വിഷയമാണ്. എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. എത്ര നേരം അവൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന കണക്ക് 100 days ഒന്നും രേണു നിൽക്കാൻ ചാൻസ് വളരെ കുറവാണെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ അതിനുശേഷം വന്ന ടാസ്കും അതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ ഒരു എനർജറ്റിക് ആയിട്ട് എൻതൂസിസ്റ്റിക് ആയിട്ടൊന്നും നമ്മൾ ഫീൽ ചെയ്തില്ല, കണ്ടില്ല. അതാണ് അംബാനി ശരത് ലാസ്റ്റ്. പുള്ളിക്കാരനും ഒരു ഫോട്ടോ ഫ്രെയിമോ അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞത്. അതും കുഴപ്പമില്ല, അത് പ്രത്യേകിച്ച് വലിയ ബോധർ ചെയ്യേണ്ട ആളൊന്നും അല്ല. ഇതിൽ റെനീഷയുടെ ഒരു ടാസ്ക്, അത് റെനീഷ അതിനകത്ത് കൊണ്ടുവന്ന എന്തിനൊന്നും മനസ്സിലായിട്ടില്ല. മൊത്തത്തിൽ എന്താ പറയണേ, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മറ്റൊരു ലെവലാണ് അവിടെ കാണിച്ചത്. ഭയങ്കര എക്സൈറ്റഡ് ഒന്നും അല്ലായിരുന്നു. കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾക്ക് വിപരീതമാണ് നടന്നിട്ടുള്ളത്. ഈ സിനാരിയോ മീൻസ് മൊത്തം വീട് കംപ്ലീറ്റ്ലി ഒരു ന്യൂ സെറ്റപ്പാണുള്ളത്. കുറച്ചുകൂടെ വേറൊരു മായിക ലോകത്തേക്ക് നിൽക്കുന്നവർക്ക് അവർക്ക് ഫീൽ ചെയ്യാനാണ് ചാൻസ്. പക്ഷേ കഴിഞ്ഞ തവണത്തതായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഗ്രീനിഷായിട്ട് ആളുകൾക്ക് നമ്മളൊക്കെ നാട്ടിൽ നിൽക്കുന്ന മനുഷ്യരല്ലേ, അപ്പം ഇങ്ങനെ പെട്ടെന്നൊരു പെട്ടിക്കകത്ത് പെട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ ഇത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. മൊത്തം കളർഫുള്ളായിട്ട് ലൈറ്റൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കും 100%. ഇത് നാളെ ഇനി ഡേ ടൈമിൽ അതിൻ്റെ ഇത് കാണുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റിപ്പറിച്ചിലുണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടൊരു ടോക്സിക് അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളതെന്നാണ് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് അറ്റ്മോസ്ഫിയർ ആൾസോ സെയിം. പിന്നെ ആളുകളൊക്കെ എല്ലാം കുറേയൊക്കെ പാവമെന്ന് തോന്നുന്നു. ആരും ഒരു പെട്ടെന്ന് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നുമല്ല. ആൻഡ് വെരി ബിഗിനിങ് തൊട്ട് ടാസ്ക് തുടങ്ങുമ്പോൾ തന്നെ അറിയാമല്ലോ, ടെൻഷൻ തന്നെയാണ്. ആകെ മൊത്തത്തിൽ ഇത്രയുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് വരും ദിവസങ്ങളിൽ മീൻസ് നാളെ ഓൺവാർഡ്സ് നമുക്ക് പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവരെയും പയ്യെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമുക്ക് ഔട്ട്സൈഡ് അവരെന്താണെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. അവിടെ കൊടുത്ത ഇൻട്രോ മാത്രം നമ്മൾ കണ്ടാൽ മതിയാകും. ബാക്കി ഇൻട്രോയിൽ രേണു സുധി മകനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, സ്വന്തം മകനെന്ന്. മറ്റേ കുട്ടീൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതെന്താ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാ പറയണേ. എന്ന് വെച്ചാൽ കേരളം മൊത്തം അവളെ എല്ലാവർക്കും അറിയാമോ? അല്ലല്ലോ. ഇൻട്രൊഡക്ഷൻ കറക്റ്റായിട്ട് കൊടുക്കണമെന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആകെ മൊത്തത്തിൽ ഫേക്കാണല്ലോ, പിന്നെ അവരെ പറ്റി കൂടുതൽ നമ്മൾ പറയേണ്ട. മൊത്തത്തിൽ ഒരു ഫേക്ക് ലേഡിയാണത്. സോ വരും ദിവസങ്ങളിൽ അവരെന്താണ് പെർഫോം ചെയ്യാമെന്നൊന്നും അവർക്ക് തന്നെ അറിയാം. ഇത് നല്ല രീതിയിൽ ടാസ്ക് കളിക്കേണ്ടി വരും. ഡ്രസ്സ് കൊടുത്തിട്ടില്ല. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. അവിടെ ആദ്യം പോയപ്പോൾ സമയത്ത്
ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അത് ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്ത 3 പേരാണ് അവിടെ വിന്നർ. അവർക്ക് 3 പേർക്ക് മാത്രമായിട്ടാണ് ഈ വസ്ത്രങ്ങൾ മുഴുക്ക കൊടുത്തത്. അവർ കൊണ്ടുവന്ന എല്ലാ പ്രോപ്പർട്ടിയും കൊടുത്തത് അവർക്ക് 3 പേർക്ക് മാത്രമാണ്. ആര് വിൻ ചെയ്തോ അവർക്ക്. എന്നിട്ട് അവർക്കൊരു ഗാഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. ആ സാധനം മറ്റുള്ളവർ പിടിച്ചു കുറച്ച് എടുത്താൽ ഇവരുടേത് നഷ്ടപ്പെടുത്തിയിട്ട് അവരുടേത് കൊടുക്കും എന്നുള്ള ഒരു ഒരു പ്രത്യേക തരം ടാസ്ക്, നഴ്സറി ലെവലിലുള്ള ടാസ്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണ് മോഹൻലാൽ ആൻഡ് ടീം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും പ്രതീക്ഷിച്ച അത്രയും ഒരു ഹൈപ്പ് ബിഗ് ബോസിനില്ല എന്ന് മാത്രം പറയുന്നു. താങ്ക് യു. എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക. അത് ഐ വിൽ ഡു ദ നെക്സ്റ്റ് വീഡിയോ. തുടക്കമല്ലേ, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകും. ചെറിയ അരിഷ്ടതകൾ അഡ്ജസ്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.